നമ്മളുടെ യാത്ര ഖത്തറിലോട്ടാണ്. ഏകദേശം ഒരു 250 കിലോമീറ്റർ റിയാദിൽ നിന്ന് വിട്ടതിന് ശേഷം അൽഹസ ഹൈവേയിൽ നമ്മളിപ്പോൾ ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ യാത്ര തുടരും. അങ്ങനെ ഇറങ്ങുവാണ്. ഇവിടുന്ന് തിരിച്ച് അൽഹസ ഹൈവേയിലോട്ട് പോകുന്നു. അൽഹസ ഈ ഒരു ഭാഗത്ത് മുഴുവൻ ഇതുപോലെ ക്യാമറ വെച്ചിരിക്കുക. ഇതാണ് ഒരു വ്യൂ. അങ്ങനെ സാൽവ ബോർഡറിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ എല്ലാം സെറ്റാക്കി പോവുക. ഒമാൻ UAE ഒക്കെ ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം. നേരെ പോയി കഴിഞ്ഞാൽ ഖത്തർ. എല്ലാ ഫ്ലാഗും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഖത്തറിന്റെ ഫ്ലാഗ്, ഒന്ന് ഒമാൻ. അത് ഒമാനാണോ? നമ്മളങ്ങനെ ഇതിൻ്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അവിടെ എത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓഫീസിനകത്ത് നിൽക്കുക. നോമാൻസ് ലാൻഡിലാണിപ്പോൾ. നമ്മളങ്ങനെ ഇവിടുന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ അടുത്ത പ്ലേസിലോട്ട് പോകുന്നു. ബയോമെട്രിക് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ബോർഡർ ക്രോസ് ചെയ്ത് പോവുക. അത്രയേ ഉള്ളൂ. നമുക്കിനിയും ഖത്തറിനുള്ളിൽ ചെന്നിട്ട് കാണാം. എല്ലാവരും എത്തുന്നു. നമ്മളങ്ങനെ ഖത്തറിൽ പ്രവേശിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഖത്തറിൽ ഉള്ളിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതാണ് ഖത്തറിൻ്റെ സൗന്ദര്യം. ബോർഡർ കഴിഞ്ഞാലുള്ള ഖത്തർ. ടെസ്ലയുടെ വണ്ടി ഉണ്ടോ? നമ്മൾ വീഡിയോയിലൊക്കെ കണ്ട വണ്ടി നമ്മുടെ മുന്നിൽ. ഭയങ്കര ഫാസ്റ്റിലാണ് പോകുന്നത്. പറക്കുക. ഇവിടെ ലുസൈൽ സ്റ്റേഡിയം കാണാം. അതുപോലെ ഖത്തറിന്റെ ഐക്കോണിക് ബിൽഡിങ്ങുകളൊക്കെ കാണാം. റമദാനായിട്ടായിരിക്കുമല്ലോ, ആരും ഇല്ല വഴിയിലൊന്നും. നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണിത്. ഇതാണ് റൂം. ഇതൊരു 3 bedroom അപ്പാർട്ട്മെൻറ്റ്. 5 star പ്രോപ്പർട്ടിയാണ്. ഇവിടുത്തെ പെൻട്രി. ബ്യൂട്ടിഫുൾ. ഇവരിത് ഓപ്പൺ ആക്കിയിട്ട് 1 മാസമേ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ലുസൈൽ റീജിയനിലാണിത്. നമ്മളിവിടെയാണ് 3 night താമസിക്കുന്നത്. ഇതൊരു ഓപ്പൺ ഒരു ജനറൽ ബാത്റൂം. ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ബാത്റൂം. അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം. അത് അറ്റാച്ച്ഡ് ആണ്. ബെഡ്റൂം. ഇതൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ. ആദ്യ ദിവസമാണ്. നമ്മൾ രാത്രി ഇവിടെ MRA എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സമയം 8:30 മണി കഴിഞ്ഞു. അത്യാവശ്യം തണുപ്പുണ്ട്, റിയാദിൽ പോലെ തന്നെ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഈ സൈഡായി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാം. ആദ്യ ദിവസം. ഓക്കെ, നമ്മൾ 7 പേര്. 7 1 8 പേര്. 8 നമ്മളുടെ 2ാം ദിവസം ഖത്തറിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന
ഹോട്ടൽ റിസപ്ഷൻ. നല്ല കൺസ്ട്രക്ഷൻസ് ഉണ്ട്, ഒടിഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. അവർ എല്ലാം ഓരോന്നും അവരുടേതായ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇവിടുത്തെ ബിൽഡിംഗ് മേക്കിങ്ങിൽ. ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മളിപ്പോൾ ഖത്തർ സിറ്റിയാണ് കാണുന്നത്. നൈസ് ടണലാണ്. ഇരുട്ടായിരിക്കും അല്ലേ? 80 കിലോമീറ്റർ സ്പീഡാണ് ടണലിനുള്ളിൽ, വെളിയിൽ 100 കിലോമീറ്റർ. ഖത്തർ എന്ന് പറഞ്ഞ സിറ്റി അടിപൊളിയാണ്. അവിടെ നിൽക്കണം. എനിക്കിഷ്ടപ്പെട്ട ഒരു പ്ലേസ് ന്യൂയോർക്കിലെ മാൻഹട്ടൻ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, ആ ഒരു ഭാഗം. രാത്രി ഭയങ്കര രസമാണ് അവിടെ കാണാൻ, മാൻഹട്ടൻ്റെ ആ ഭാഗം. ഇങ്ങനെ ഡൗൺ ടൗണിലെത്തി. റമദാന്റെ ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ലെഫ്റ്റ് ഓക്കെ, ലാസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് വലിയ ബഹളമൊന്നുമില്ല. കിച്ചു തൊട്ട് പുറയിലുണ്ട്. നമ്മൾ ഈ ബോട്ടിൽ ഈ ഒരു ഭാഗത്തോടെ ഒന്ന് കറങ്ങി അരമണിക്കൂർ നമ്മൾ ഇവരിവിടെ തിരികെ കൊണ്ട് നിർത്തും. അവർ 150 റിയാൽ പറഞ്ഞു, 100 റിയാൽ ഓക്കെ ആയി. ഇപ്പം ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ കയറാൻ പോവാം. കഴിഞ്ഞില്ലായിരുന്നു, അവർ ബോട്ട് തന്നിട്ട് അവരങ്ങ് പോയി. അപ്പം ചേട്ടനാ ഓടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നോക്കാം എങ്ങനെ. ഇനി അവരെ നമ്മളെ ഇവിടെ നിർത്തിയിട്ട് പോയേ. നടന്ന സമയത്ത് ഇവർ ഡെക്കോർ ചെയ്ത പല ഭാഗങ്ങളുടെയും ബാക്കി പത്രങ്ങൾ ഇവിടെ എല്ലാം ഇപ്പോഴും കാണാം. നേരത്തെ നമ്മൾ കടലിൽ കൂടെ പോയപ്പോൾ ഒരു ലോഗോ കണ്ടത് വേൾഡ് കപ്പിൻ്റെ എന്തോ സംഭവമാണ്. അതും നമുക്കിവിടെ രാത്രിയിലൊന്ന് വരണം. ഇതുപോലെ ആ ബോട്ടിലൊന്ന് പോയാൽ ഈ ഒരു ഭംഗി, ഇതിനകത്ത് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഭംഗി നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഈ ക്ലോക്ക് വേൾഡ് കപ്പിൻ്റെ കൗണ്ട് ഡൗൺ ക്ലോക്കാണ്. വേൾഡ് കപ്പ് നടന്ന സമയത്തുള്ള കൗണ്ട് ഡൗൺ ക്ലോക്ക് സെറ്റ് ചെയ്തിരുന്നതാണ് ഈ ഒരു ഏരിയയിൽ. നമ്മളങ്ങനെ പേൾ ഐലൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ കോർണർ സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത് പേൾ ഖത്തറിലോട്ടാണ്. ആ റൂട്ടാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ പേൾ ഖത്തറിൻ്റെ ആ ഒരു ലൊക്കേഷനിലെത്തി. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഈ കാണുന്ന ഭാഗത്തൊക്കെ നേരത്തെ വന്നിരുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇപ്പം റമദാൻ ആയതുകൊണ്ട് അനക്കോ ആളും ഒന്നും ഇല്ല ഇവിടെ. ഞങ്ങൾ ജസ്റ്റ് ഈവനിങ്ങിലൊന്ന് വരാമെന്ന് വിചാരിച്ചിരിക്കുന്നു. കനത്ത് മഞ്ഞ ആ ഒരു സ്ഥലത്തെത്തി. ഇതുവഴിയൊക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങി നടക്കുവാണ്. എല്ലായിടത്തും ഒരു ഓട്ടപ്രദർശനമാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറങ്ങി ടൈം പാസ് ചെയ്തിങ്ങനെ പോവാം. ആൾക്കാരൊന്നും വലുതായിട്ടില്ല. ആരും ഈ ഒരു റമദാൻ ടൈം ആയതുകൊണ്ട് വെളിയിലൊന്നും ആരും ഇല്ല ഈ സമയത്ത്.
ഈവനിങ്ങിൽ ഇവരെ ഫുൾ സ്വിങ്ങിൽ എല്ലാം ഓപ്പൺ ആവും. ഒരു രാത്രി 3-4 മണി വരെ. ഇപ്പം റമദാൻ സമയത്ത് ഭയങ്കര ബഹളമായിരിക്കും. ആ ഒരു സൈലൻറ്റ് ആ ഒരു അന്തരീക്ഷമാണ് സൗദി അറേബ്യ പോലെ തന്നെ ഇവിടെ. ഖനാത്ത് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇവിടെ 3 ബെഡ്റൂം 2 ബെഡ്റൂം 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങാനും കിട്ടും. ഇത് പക്ഷേ ആ ഒരു വെനീസൊക്കെ മാതിരി അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത പോലെ ഉള്ളൊരു കൺസെപ്റ്റാണ്. രാത്രി നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ. കാര്യം അതേ സെറ്റപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ്സും മിനി സൂപ്പർ മാർക്കറ്റും ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുള്ളാണ്. ക്വയറ്റ് എക്സ്പെൻസീവ് ഏരിയ ആയിട്ട് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു ബോട്ട് യാത്ര ഒരു 20 മിനിറ്റത്തേക്ക് അവൈലബിൾ ആണ്. മാക്സിമം ഒരു ബോട്ടിൽ 10 പേർക്ക് കയറാം. 200 ഖത്തറി റിയാൽ ജസ്റ്റ് ഫോർ 20 മിനിറ്റ്. എനിക്ക് അത്രയും അതൊരു വെർത്തായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് നമ്മൾ കയറിയില്ല. കണ്ടോ, ഇതിന് ചുറ്റും ഒന്ന് വലം വെക്കും, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ 200 റിയാൽ കൊടുക്കണം 15 മിനിറ്റത്തേക്ക്, അല്ല 20 മിനിറ്റത്തേക്ക്. ഇങ്ങനെ എല്ലാം കണ്ടും കേട്ടും നടന്നിങ്ങനെ വരുന്നുണ്ട്. ഒരു ബോളിവുഡിൽ ഇതുപോലെ കൺസെപ്റ്റ് അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പബ്ലിക്കായിട്ട് അവർ ഒരു സിറ്റിക്കുള്ളിൽ ഇങ്ങനെ പണിത് ഇതിവിടെ ഇതുപോലെ തന്നെ ഈ അക്കോമഡേഷൻസ് പോലത്തെ ഈ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ പണിതിട്ട് അത് വിൽക്കുന്നു. ഇത് ആ ഒരു ബോട്ടിൽ പോകുന്നതിനാണ് 200 റിയാൽ. അതുപോലത്തെ ഒരു ബോട്ടിൽ പോകുന്നതിനാണ് നമ്മൾ ആ പൈസ കൊടുക്കേണ്ടത്. ഇങ്ങനെ കറങ്ങി അങ്ങനെ കറങ്ങി തിരിച്ചിവിടെ വരുമ്പം 200ൻ്റെ താളങ്ങ് പൊട്ടും. ഒരാവശ്യമില്ല. ഇദ്ദേഹമാണെന്നുണ്ട് ഒരു വണ്ടി ഹയർ ചെയ്തിട്ട് ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കൊണ്ടിപ്പോൾ പാർക്ക് ചെയ്തു. കണ്ടില്ലേ, ഖത്താറ ബീച്ച് സൈഡിൽ വന്നു, ഈ ബഗി സർവീസ് എടുത്തു. എന്നിട്ട് നമ്മളിപ്പം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചിരിക്കുക. അതിനകത്ത് 5 പേര് ആണ് കയറുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഇതുവരെ കറങ്ങി വന്നതുകൊണ്ട് ഇവരോട് പറഞ്ഞ് പോയിട്ട് വരാൻ. കഴിക്കാൻ ഒരിടത്ത് വന്നു, ജയ്ത്തൂൺ എന്ന് പറഞ്ഞൊരു പ്ലേസിൽ. എന്നിട്ടിപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. ജയ്ത്തൂണിൽ നിന്ന് ലഞ്ചെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ വന്നത് വിലാജിയോ എന്ന് പറഞ്ഞ ഈ ഒരു മോള്. ഇവിടെ നമ്മൾ 1-2 പ്രാവശ്യം വന്നിട്ടുള്ള നേരത്തെ. ഇതാണ് മോള്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ കറങ്ങിയടിച്ച് മോൾ ഓഫ് ഖത്തറിൽ പോവുമായിരിക്കും. അതിന് ശേഷം നേരെ നമ്മുടെ ഹോട്ടൽ റൂമിലോട്ട് പോകും. അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിൽ പിന്നെയും കയറുക. നമ്മൾ ആ വിലാജിയോയിൽ നിന്ന് നേരെ വന്നത് ഈ പേൾ ഐലൻഡ്, ഈ ഖത്തർ ഇവിടാണ് പേൾ. എന്നിട്ട് ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ആ ഒരു കോഫി ഷോപ്പിൽ കയറി ടെറാമിസു അതുപോലത്തെ ആ ഒരു പേസ്ട്രിയൊക്കെ വാങ്ങി. അത് അവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. കോഫിയൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ അവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ തിരികെ പോവാണ്. നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ടെക്സാസ് ചിക്കൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മളിനി തിരിച്ച് ഹോട്ടലിലോട്ട് പോവാണ്. രാവിലെ ഒരു 10 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ റൂമിലോട്ട് പോവാം. പേരിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം അടിപൊളി സ്റ്റൈലിഷ് വണ്ടികളാണ്. എല്ലാം ഒന്നിനൊന്ന് അടിപൊളി വണ്ടികൾ.
നമ്മൾ ആ ഒരു പേൾ ഖത്തറിൻ്റെ അവിടെ നിന്ന് നേരെ വിട്ടിട്ട് ഇവിടെ ലുസൈലിലൊരു ടീ ടൈമുണ്ട്, അവിടോട്ട് വന്നു. അവിടോട്ട് നടക്കുക, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട്. ക്ലൈമറ്റ് അടിപൊളി, തണുപ്പുമില്ല എന്നാൽ ചൂടുമില്ല, ഒരു സ്ലൈറ്റ് തണുപ്പുണ്ട്. നല്ല രസമാണ് ഇതുവഴി നടക്കാൻ. നമ്മുടെ ജദ്ദയിലൊക്കെ ഉള്ള ആ ഒരു കോർണേഷൻ്റെയൊക്കെ ആ ഒരു സെയിം പതിപ്പ്. ഒരു വാക്കിംഗ് ലൈനുണ്ട് ഇതുവഴി, അതിൽ കൂടെ ഇങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ബിൽഡിങ്ങൊക്കെ വളരെ ഭംഗിയാണ് രാത്രി കാണാൻ. ഖത്തറിനെ പറ്റി നമ്മൾ പറയുവാണെങ്കിൽ ഒരു നൈസ് സിറ്റിയാണ് ഖത്തർ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സിറ്റി. ടൈമാണ് തപ്പി വന്നത്. ലുസൈലിലെ ഈ ടീ ടൈമിൽ വന്നു ഒരു ചായ കുടിക്കാൻ. ടീ ടൈം റിയാദിലും ഉണ്ട് ടീ ടൈം. ഖത്തർ ബേസ്ഡ് ഒരു കമ്പനിയാണ്, മലയാളികളുടെ. ചായ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ ഗാർഡനൊക്കെ ഉണ്ട്, വേണം ഇവിടെ വന്നിരുന്ന് കുടിക്കാം. നല്ല ആംബിയൻസ് ആണ്, സൂപ്പർ. ഭയങ്കര സൈലൻ്റ് ആണെന്നുള്ളത് ഇവിടെ. ഇന്നിപ്പം ഈദ് നാളെ മുതൽ തുടങ്ങുക, എന്നിട്ട് ഇവിടെ ഒന്നും വലിയ അനക്കോ ബഹളോ ഒന്നുമില്ല. അതുപോലെ പെർഫെക്റ്റ്ലി ക്ലീനാണ് ഈ പ്രദേശങ്ങളൊക്കെ. സൂപ്പർ. നേരമായിട്ട് ആലോചിക്കുകയാണ്, ടീ മേടിക്കണോ അതോ ചായ മേടിക്കണോ എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഓർഡർ ഇതുവരെ പ്ലേസ് ചെയ്തിട്ടില്ല, ഇവിടെ വെയിറ്റ് ചെയ്യുക ഈ ടീ ടൈമിൽ. നമ്മുടെ അവിടെ ഒന്ന് നോക്കുമ്പോൾ ഇവിടെ കാണാമായിരുന്നില്ല, ഇവിടെ മറ്റേ റൂമായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ദാനത്ത് അൽ ബഹർ എന്ന് പറഞ്ഞ ബാർബിക്യൂ ഫിഷിൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ്. സുഹൃത്ത് വിനോദ് നമ്മളെ കൊണ്ട് ഇവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും എന്താ പുറകെ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച് ആണ് ഇവിടെ വന്ന് കഴിക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ഫിഷ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗ്രില്ല് ചെയ്യും. ഫിഷ് റൈസ് നല്ല ഉപയോഗിച്ച വണ്ടിയാണ്. നോക്കിയത് വന്നിട്ട് ഇതാ ഈ ഒരു ജസ്റ്റ് ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി ഡിയിലോട്ട്. ഒരു ആനപ്പുറത്തിരുന്ന് പോകുന്ന പ്രതീതിയാണ്. ഹായ്. ഇങ്ങനെ അത് ഞെക്കിയാ മതി, ചവിട്ട്. ഞെക്കിയാൽ താഴോട്ട് പോവാണല്ലോ. നന്നായിട്ട് ചവിട്ട്. അയ്യോ, അങ്ങ് താഴെ പോയി. റിലീസ് അത് ഇതിങ്ങനെ പിടിച്ചാൽ മതി. അവിടെ ഒരു സാധനം കാണും. ഇതോ? അല്ലല്ല, അത് ട്രങ്ക് അല്ലേ? ഇല്ല, അത് തന്നെ. അപ്പം ജയറാമ റാം എങ്ങനെയുണ്ട്? ഓ, റാം എന്താ വണ്ടിയാ റാം. അടിപൊളിയല്ലേ? അടിപൊളി. ഒരു ആനപ്പുറത്തിരിക്കുന്ന പ്രതീതി. അതുപോലെ തന്നെ നമ്മള് റോഡിന്റെ രാജാവെന്ന് പറയത്തില്ലേ? അതെ അതെ അതെ. ഇവന്റെ കൂടെ ഒന്നും ആരും കോമ്പീറ്റ് ചെയ്യാൻ ചെല്ലരുത്. അവനടുത്ത് എറിയും വെളിയിലോട്ട്. സൂപ്പർ വണ്ടി. ഇതൊരു ആനപ്പുറത്തിരിക്കുന്ന പ്രതീതിയെ. അടിപൊളി സാധനം. ഒരു റൗണ്ട് കൂടെ എടുത്തിട്ട് വരാവേ. എന്താ സുഖമല്ലേ? ഓ, അപാര സുഖം.
നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് എയർപോർട്ടാണ്. ഇതിന്റെ റൈറ്റ് സൈഡില് അമേസിങ്. ഖത്തർ 2022 ഇവർ ഇതാ 794 അല്ല 974 ഇത് സ്റ്റേഡിയം ആയിരുന്നു, അത് പൊളിക്കുക. അതാ കണ്ടെയ്നർ സ്റ്റേഡിയം. ആ ഓക്കെ. ആണോ ചേച്ചി? ആ എനിക്കറിയത്തില്ലായിരിക്കും ചിലപ്പോ അല്ലേ. മ്യൂസിയം അല്ലേ? ഇത് മ്യൂസിയം അല്ലേ ലെഫ്റ്റ് കാണുന്നത്? ഒരു ഷിപ്പ് വന്ന് കിടക്കുന്നുണ്ടോ? റോയൽ കരീബിന്. ഓ റോയൽ കരീബിയൻ പോലത്തെ ക്രൂസ് ലൈൻ ആണല്ലോ. ആ അതാണ് അതാ ആ മീന പോർട്ട്. ഓ അവിടെ ഷിപ്പ് വന്ന് കിടപ്പുണ്ട്. നമ്മൾ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ആലോചിച്ചു നമുക്കെന്നാ ഖത്തർ ടൗണിൽ കൂടെ സിറ്റി കൂടെ ഒന്ന് കറങ്ങാം ഓവറോൾ. കാര്യം വെയിലായതുകൊണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങാതെ ഇതിനകത്തൂടെ ഒന്ന് നമ്മൾ ചുറ്റിക്കറങ്ങുവാണ് കാറിൽ തന്നെ. ഇതൊരു ഐക്കോണിക് ബിൽഡിംഗ് പോലെ ഫീൽ ചെയ്യും. ഈദൊക്കെ ആയിട്ട് ഖത്തർ സിറ്റി ഭയങ്കര ക്വയറ്റാണ്, വലിയ അനക്കമൊന്നുമില്ല. ഇപ്പം ലഞ്ചൊക്കെ കഴിച്ചിട്ട് വന്ന് മോള് വെൻറ്റോം എന്ന് പറഞ്ഞ മോളിലാണ്. അവർ ഇതുപോലത്തെ ഒരു വണ്ടിയിൽ അവരിങ്ങനെ ചുറ്റിക്കറയെ കാണിക്കുക. നടക്കാനാണെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ നടക്കണം ഇതിനകത്തൂടെ. നമ്മുടെ അവിടെയൊക്കെയുള്ള അതേ ബ്രാൻഡുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണി ആയതുകൊണ്ട് ഭയങ്കര വെയിലായതുകൊണ്ട് വേറെ ഇപ്പം കറങ്ങാൻ പോകാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഈ മോളിൽ കയറിയതാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ മോളിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നതുകൊണ്ട് ഈ മോളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ പറ്റി. അടിപൊളി സെറ്റപ്പുള്ളൊരു മോളായത്. ഓ അടിപൊളി. എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ഇതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈല് നല്ല കൊള്ളാം. ലൂയി വിട്ടൺ. ഇങ്ങനെ ഈ ഒരു വാലറ്റ് സർവീസിൽ നമ്മൾ എടുത്തിട്ട് നമ്മളിങ്ങനെ കറങ്ങുവാണ്. ഇതിനകത്ത് ആരുമില്ല. ഇന്ന് ഈദിൻ്റെ 1-ാം ദിവസമാണ് ഖത്തറിൽ. ഒരനക്കമില്ല ഇവിടെ ഒന്നും ആൾക്കാരുടെ. ചിലപ്പോൾ നാളെ മുതലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അതിമനോഹരമായ മോള്. വെൻറ്റോം മോളാണിത്. വെൻറ്റോം മോൾ ഖത്തർ. മനോഹരമായ മോൾ. ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ വന്ന് കാണേണ്ട ഒരു മോള് തന്നെയാണിത്. ഓ ഭയങ്കര വലിയ മോള്. ബനിഹാന ഉണ്ട് ഇവിടെ. നമ്മൾ ജസ്റ്റ് ഈ ഒരു മോളിനകത്ത് തന്നെ നിൽക്കുന്നത്. ഇവിടെയാണ് ഇപ്പം നിൽക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം. കാരണം ഭയങ്കര ചൂടാണ് ഔട്ട് സൈഡ് ഇപ്പം ഉച്ച സമയം ആയതുകൊണ്ട്. ഇതൊരു അടിപൊളി മോളാണ്. നമ്മുടെ ചിമ്മിനി കേക്ക് ഇവിടെ കാണാം. ഇപ്പോൾ യൂറോപ്പിൽ പോയപ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചിരുന്നതാണ് ചിമ്മിനി കേക്ക്. ഈവനിങ്ങിൽ ഇവിടെ ഓൾഡ് സൂക്കിലൊക്കെ ഒന്ന് വന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മളിപ്പം തിരിച്ചു പോകണം. നേരത്തെ വന്നപ്പോഴും ഇവിടെയൊക്കെ വന്നിട്ടുള്ള ഈദിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ.
നമ്മളിപ്പം ആ സൂക്കിനുള്ളിലാണ് നിൽക്കുന്നത്. ഇവിടെ ആ പെറ്റ് ഒക്കെ ഉള്ള ഒരു ഭാഗത്തും നല്ല ക്രൗഡാണ്. കുറച്ച് നേരം ഇവിടെ കറങ്ങി നിൽപ്പുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഏതോ ഒരു ഡെസ്റ്റിനേഷൻ പറയുന്നുണ്ട്, അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മുടെ റിയാദിൽ ബത്ത എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സ്ഥലമാണിതും. കുറേ സൂക്കുകൾ അടുപ്പിച്ചുണ്ട്. ഇതുപോലെ കണ്ടോ, വണ്ടി പോകാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല, നടന്ന് വരണം. അങ്ങനെയുള്ള ഒരു ഓൾഡ് സൂക്ക്. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളും ഒക്കെ ആയിട്ട് ഇവിടെ എല്ലാം അതുപോലത്തെ ഈ സുഗന്ധ ദ്രവ്യങ്ങളും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്ന കടകളും ഒക്കെ ആയിട്ട് കുറേ കടകളുണ്ട് ഇവിടെ. ഈദ് ഫസ്റ്റ് ഡേ ആയിട്ടായാലും തോന്നുന്നു എല്ലാം അടവാകും മോസ്റ്റ്ലി. ഞങ്ങളിവിടെ ഒരു ഷെരട്ടണിലെ ഒരു പബ്ബിൽ വന്ന് ജസ്റ്റ് ഡിന്നറിന് വേണ്ടി വന്നതാണ് ഇവിടെ. നമ്മുടെ മൂന്നാമത്തെ ദിവസം ഇന്നിപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ജസ്റ്റ് ലുസൈൽ സ്റ്റേഡിയം വരെ ഒന്ന് വന്നതാണ്. ഈ സ്റ്റേഡിയത്തിനുള്ളിൽ നമ്മൾ വന്ന് കളി കണ്ടിട്ടുണ്ട്, വേൾഡ് കപ്പ്. എല്ലാം സൈലൻ്റാണ്, ഒറ്റ മനുഷ്യർ ഈ ഏരിയയിലില്ല. ഒന്ന് ആലോചിക്കുക, ഈ എറൗണ്ട് ഞാനിങ്ങനെ കറങ്ങി ഈ സറൗണ്ടിങ് മുഴുവൻ നോക്കി, ഒറ്റ മനുഷ്യൻ ഇപ്പോൾ ഇവിടെ ഇല്ല ഞങ്ങളല്ലാതെ. ഇത് വേൾഡ് കപ്പിന് അവർ സെറ്റാക്കി വെച്ചിരുന്ന സംഭവങ്ങൾ. ഇതുവഴിയൊക്കെ നമ്മൾ ക്യൂവിൽ നിന്ന് ഒത്തിരി നടന്നാണ് ഇവിടെ വന്നിരുന്നത് ആ ഒരു സമയത്ത്. ഇതൊരു ഐക്കോണിക് സിമ്പലാണ് ഖത്തറിൻ്റെ ഈ ഒരു ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൻ്റെ അകത്തൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്കിംഗ് ഒന്നും നടക്കുന്നില്ല. അത് ജസ്റ്റ് ആ ഫ്രണ്ടേജ് മാത്രമേ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. അകത്തുള്ള വർക്കുകളൊക്കെ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുക. അത് ചിലപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടൽസ് ആകാം, എന്താണെന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ വർക്ക് കംപ്ലീറ്റഡ് അല്ല. പക്ഷെ വെളിയിൽ നോക്കുമ്പോഴത്തേക്കും ബിൽഡിങ് മനോഹരമായിട്ട് നിൽപ്പുണ്ട്. കൂടെ ഒരു 6 വരി പാതയും പോകുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെ. അങ്ങനെയുണ്ട്. പ്ലാൻഡാണ്, പെർഫെക്റ്റ്ലി പ്ലാൻഡാണ് ആ ഒരു സമയത്ത് സിറ്റിയെ മോഡിഫൈ ചെയ്തത്. ഇതെല്ലാം ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഇവിടെ കാണുന്നത്. മനോഹരമാണ്. രാത്രിയിലൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇവിടെ. ഇതൊരു ഹോട്ടലാണ്, രസമാണ് കാണാൻ അല്ലേ. ഈ ഹോട്ടല് റാഫിൾസ്, ഒരു വിങ് റാഫിൾസും ഒരു വിങ് ഫെയർമൗണ്ടുമാണ്. രണ്ടും എൻ്റെ ക്ലയൻ്റാണ്. എൻ്റെ പൊന്നു നാരായണൻകുട്ടി, ഹൃദയത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ എങ്ങനെയാ ഞാൻ നന്ദി പറയാൻ അറിയില്ല. പക്ഷേ നിങ്ങളൊരു വ്യക്തിയെ പരിചയപ്പെട്ടതിലും നിങ്ങളുടെ സർവീസസിൽ ഞാൻ എന്താ പറയുക, ഓവർവെൽഡാണ്. താങ്ക് യു വെരി മച്ച് നാരായണൻകുട്ടി. വീണ്ടും കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നാരായണൻകുട്ടി. നാരായണൻകുട്ടി, എനിക്ക് പറയാൻ വാക്കുകളില്ല, വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. നന്ദി. നമുക്ക് കാണണം റിയാദിൽ. നമ്മളങ്ങനെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ 3 ദിവസം താമസിച്ചു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. എല്ലാവരും ഇറങ്ങി. നമ്മളിനി നേരെ പോകുന്നത് ലഞ്ച് കഴിച്ചിട്ട് ബോർഡറിലോട്ടാണ്. എന്നിട്ട് പെട്രോളൊക്കെ അടിച്ച് നേരെ സൗദി അറേബ്യ. റിട്ടേൺ യാത്ര ഇപ്പോൾ തുടങ്ങി. ചെക്കൗട്ട് ചെയ്ത് നമ്മൾ നേരെ ഇപ്പോൾ MRA എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്ന് ലഞ്ച് കഴിച്ചിട്ട് ഇവിടുന്ന് പിരിയാനാണ് പ്ലാൻ. ഇവിടെ ഈ സാൽവ ബോർഡറിലുള്ള ഒരു MRA റെസ്റ്റോറൻറ്റാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചേട്ടനോട് എന്തോ വരയ്ക്കുകയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ ഖത്തർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബൈ റോഡിൽ കൂടെ തന്നെ ഖത്തർ ബോർഡർ ക്രോസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പം നോമാൻസ് ലാൻഡൊക്കെ കവർ ചെയ്ത് നമ്മൾ നേരെ സൗദിയിലെ അടുത്ത ഹൈവേയിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.